താമരശ്ശേരി ചുരത്തിലെ ഗതാഗത കുരുക്കിന് പരിഹാരമുണ്ടാക്കുന്നതിൽ സർക്കാർ അലംഭാവം കാണിക്കുന്നുവെന്നാരോപിച്ച് വയനാട്ടിലെ കോൺഗ്രസ് എംഎൽഎമാരായ ടി സിദ്ദീഖും IC ബാലകൃഷ്ണനും കോഴിക്കോട് കളക്ടറേറ്റിന് മുന്നിൽ രാപ്പകൽ സമരം തുടങ്ങി. ചുരത്തിലെ ഗതാഗത നിയന്ത്രണത്തിന് പ്രത്യേക അതോറിറ്റി രൂപീകരിക്കുക, RRT നിയോഗിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. വയനാട് ചുരത്തിലെ ഗതാഗത കുരുക്കിന് പരിഹാരമുണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വയനാട് ജില്ലയിൽ നിന്നുള്ള 2 MLA മാർ കോഴിക്കോട് കളക്ടറേറ്റ് മുന്നിൽ സമരത്തിലാണ്. കൽപ്പറ്റ MLA ടി സിദ്ദീഖ് MLA-യും അതോടൊപ്പം തന്നെ സുൽത്താൻ ബത്തേരിയിൽ നിന്നുള്ള IC ബാലകൃഷ്ണനും. എന്തുകൊണ്ടാണ് ഒരു കോഴിക്കോട് കളക്ടറേറ്റ് മുന്നിൽ ഒരു സമരത്തിലേക്ക് വരേണ്ടി വന്നൊരു സാഹചര്യം? വയനാട് ചുരമാണ് പേരെങ്കിലും ഈ ചുരത്തിന്റെ മുഴുവൻ നിയന്ത്രണം കോഴിക്കോട് ജില്ലയ്ക്കാണ്. നേരത്തെ 9ാം വളവിന്റെ മേലെ ഒരു ചെറിയ പൊട്ടലുണ്ടായപ്പോൾ കോഴിക്കോട് കലക്ടർ അവിടെ എത്താനെടുത്ത ദിവസം 3 ദിവസമാണ്. അപ്പോൾ അവിടെ ഗതാഗത കുരുക്ക് ഇത്രയധികം രൂക്ഷമായി വന്നിട്ടും ദിവസങ്ങളോളം മണിക്കൂറുകൾ ഓരോ വ്യക്തിക്കും നഷ്ടപ്പെടുന്ന ഘട്ടമുണ്ടായിട്ടും വയനാടിന്റെ ചുമതലയുള്ള മന്ത്രിയുണ്ട്, കോഴിക്കോടിന്റെ ചുമതലയുള്ള മന്ത്രിയുണ്ട്, പൊതുമരാമത്തുണ്ട്, ട്രാൻസ്പോർട്ടേഷൻ മന്ത്രിയുണ്ട്. പക്ഷേ ഒരു നടപടിയും മീറ്റിങ്ങോ ജില്ലാ കളക്ടർ തലത്തിൽ പോലും ഏകോപനത്തിന് ഇതുവരെ നടന്നിട്ടില്ല. ഞാൻ ഇന്നലെ രാത്രി 12 മണിക്ക് കോഴിക്കോട് ചുരത്തിൽ ബ്ലോക്കായി മണിക്കൂറുകൾ ചെലവഴിച്ചയാളാണ്. 2 ആംബുലൻസ് അതുവഴി വന്നപ്പോൾ അത് കടത്തിവിടാൻ ഞാനടക്കം പുറത്തിറങ്ങി ട്രാഫിക് ക്രമീകരണത്തിന് നേർന്നു. ഞാൻ പറഞ്ഞത് ഇത്രയും രൂക്ഷമായ പ്രശ്നം ഉണ്ടായിട്ടും ഒരേകോപനമില്ല. ഞങ്ങൾക്ക് ഇതിന്റെ മുമ്പിൽ കറക്റ്റ് സൊല്യൂഷൻ ഉണ്ട്. ആ സൊല്യൂഷൻ മുമ്പിൽ വെച്ചുകൊണ്ടാണ് ഈ സമരം. ഒന്ന്, വയനാട് കോഴിക്കോട് ജില്ല സംയുക്തമായി ഈ പ്രശ്നം പരിഹരിക്കാൻ ഒരു അതോറിറ്റി രൂപീകരിക്കണം. ചുരത്തിന് വേണ്ടി ഒരു അതോറിറ്റി പോലെയുള്ള സ്ഥിരം സംവിധാനം ഉണ്ടാവണം. അതിന്റെ നേതൃത്വത്തിൽ ഒരു RRT ഉണ്ടാവണം. റാപ്പിഡ് റെസ്പോൺസ് ടീം നേതൃത്വം കൊടുക്കേണ്ടത് പോലീസ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, അതുപോലെ അവിടെ ഹെൽപ്പ് ചെയ്യാൻ തയ്യാറുള്ളതായ നല്ല സന്നദ്ധ വോളണ്ടിയേഴ്സ് ഉണ്ട്. ചുരം സംരക്ഷണ സമിതിയുടേത് ഉൾപ്പെടെ, ഗ്രീൻ വോളണ്ടിയേഴ്സ് ഉൾപ്പെടെ നിരവധി വോളണ്ടിയേഴ്സ് ഉണ്ട്. ഇവരൊക്കെ സന്നദ്ധ പ്രവർത്തനം ഇപ്പോൾ ഇന്നലെ അർദ്ധരാത്രിയിലും അവരവിടെ ഉണ്ട്, പോലീസില്ല. ഒരു മെക്കാനിക്കൽ ഡിഫക്റ്റ് മാനേജ്മെന്റ് ആംബുലൻസ് അവിടെ ഉണ്ടെങ്കിൽ ഏത് സമയത്തും വാഹനങ്ങൾ നന്നാക്കിയെടുത്ത് അവിടെ നിന്ന് കൊണ്ടുപോകാനുള്ള ക്രെയിൻ സർവീസ് ഉൾപ്പെടെ ഒരു ആംബുലൻസ് സർവീസ് ഉൾപ്പെടെയുള്ള ക്രമീകരണം ചെയ്തു കഴിഞ്ഞാൽ ഈ പ്രശ്നം തീരും. ഒരു ടോയ്ലറ്റ് സംവിധാനമില്ല, ടേക്ക് എ ബ്രേക്ക് ഇല്ല, ക്രെയിൻ സർവീസ് ഇല്ല, പിന്നെ കൺട്രോൾ സെന്ററുകളില്ല, ഒരു കുടിവെള്ളം കൊടുക്കാനുള്ള അറേഞ്ച്മെന്റ് ഇല്ല. മണിക്കൂറുകൾ ഗതാഗത കുരുക്കിൽ കിടക്കുകയാണ്. അവസാനം രക്ഷയില്ലാതെയാണ് ഈ സമരത്തിന് ഇറങ്ങി പുറപ്പെടുന്നത്. കോഴിക്കോട് നിരന്തരമായിട്ട് പല പ്രശ്നങ്ങളും ഉന്നയിക്കുന്നുണ്ട്, പല യോഗങ്ങളും നടക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ പരിഹാരം വൈകുന്നത്? അല്ല, ഇതിൻ്റെ അകത്ത് ഗവൺമെൻറ്റാണല്ലോ മുൻകൈ എടുക്കേണ്ടത്. ഗവൺമെൻറ് മുൻകൈ എടുക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം ഈ ഗതാഗതക്കുരുക്കിൽ കാണുന്നു എന്നുള്ളതാണ്. വാഹനങ്ങളുടെ എണ്ണം വർദ്ധിച്ചു, യാത്രക്കാരുടെ എണ്ണം വർദ്ധിച്ചു, രോഗികളുടെ എണ്ണം വർദ്ധിച്ചു, ചരക്ക് വാഹനങ്ങളുടെ എണ്ണം വർദ്ധിച്ചു. കാലഘട്ടത്തിനനുസരിച്ചുള്ളൊരു മാറ്റം ചുരത്തിലുണ്ടാക്കാൻ ഈ ഗവൺമെൻറ് മുൻകൈ എടുക്കുന്നില്ല. ചുരത്തിൽ ക്രിസ്മസ് സമയത്ത്, വിഷു, ഓണം, ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കാലത്തും ഉണ്ടായിരുന്നു ഇതൊക്കെ. അന്നൊക്കെ ഇതുപോലുള്ള കടുത്ത ബ്ലോക്ക് വന്നപ്പോൾ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് വളരെ വ്യക്തമായ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. 2 കളക്ടർമാരെ യോജിപ്പിച്ച് കോർഡിനേഷൻ കമ്മിറ്റി വിളിച്ചിട്ടുണ്ട്. ഇത് പലവട്ടം നിയമസഭയിൽ അവതരിപ്പിക്കും.